നിങ്ങൾക്കറിയാമല്ലോ, ഒരു 70-80 കാലഘട്ടത്തിനകത്തിലെ കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ പോയാൽ ഓരോ ജില്ലയിലും നമുക്കൊരു കശുവണ്ടി ഫാക്ടറി കാണാമായിരുന്നു. ആ കശുവണ്ടി ഫാക്ടറിക്കകത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും സാധാരണയായിട്ട് ഒരുപാട് അമ്മമാർ രാവിലെ 5 മണി 6 മണി ആകുമ്പോഴേ എഴുന്നേറ്റ് തങ്ങളുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ ആഹാരം കൊടുത്തിട്ട് ആ കശുവണ്ടി ഫാക്ടറിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ 1000 കുടുംബങ്ങളായിരുന്നു ആ കശുവണ്ടി ഫാക്ടറിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചിരുന്നത്. ആ കശുവണ്ടി ഫാക്ടറിക്ക് അവസരം നൽകിയത് തുറമുഖങ്ങളായിരുന്നു. ഈ കശുവണ്ടി ഉണ്ടാകുന്നത് ആഫ്രിക്കയിലോ മറ്റൊരു സ്ഥലത്തോ. നോക്കൂ, ആഫ്രിക്കയിൽ കാഷ്യൂനട്ട് വളരുമ്പോൾ ആ നാടിന് കൃഷിയിൽ മുന്നോട്ട് വരാൻ പറ്റുന്നു. ആ ആഫ്രിക്കയിലെ സാധാരണ അമ്മമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ആ ബിസിനസ്സിനകത്തിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റുന്നു. ആ ബിസിനസ്സിനകത്തിൽ കൂടെ അവരതിന് ശേഷം ആ കാഷ്യൂനട്ട് പറിച്ച് അതിനെ ഉണക്കി ആ കാഷ്യൂനട്ട് ആഫ്രിക്കയിൽ നിന്നും കണ്ടെയ്നറുകളിലാക്കി ആഫ്രിക്കയിലെ തുറമുഖങ്ങളിൽ എത്തിച്ചപ്പോഴാണ് അവിടെ ആ കാർഗോ, ആ കാഷ്യൂനട്ട് പാക്ക് ചെയ്യുന്നതും മാർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പുത്തൻ വ്യവസായം അവിടെ ഉണ്ടായി. ആഫ്രിക്കയിൽ പറിച്ച കാഷ്യൂനട്ട് അവിടെ നിന്നും റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ കൂടി പോർട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ആ കാഷ്യൂനട്ടിനെ കണ്ടെയ്നറുകളാക്കി പോർട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ലിഫ്റ്റ് ഓൺ ലിഫ്റ്റ് ഓഫ്, അതായത് കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുകയും താക്കുകയും ചെയ്തു. അതിനാവശ്യമായിട്ടുള്ള കാര്യം വന്നു. പോർട്ട് ഹാൻഡ്ലിംഗ് ചാർജസ് കിട്ടി. ആ കണ്ടെയ്നറും കാർഗോയും ആ രാജ്യത്തുനിന്നും വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ആ രാജ്യത്തിന് എക്സ്പോർട്ട് ഡ്യൂട്ടി കിട്ടി. ആ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന കാർഗോയ്ക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റംസും കഴിഞ്ഞ് അത് ലെറ്റ് എക്സ്പോർട്ട് എന്നുള്ള പെർമിഷൻ കൊടുത്തു. വെസലിലേക്ക് അത് കൊടുക്കുമ്പോൾ ഷിപ്പുകാർക്ക് അവസരം കിട്ടി. ആ ആഫ്രിക്കയിലെ കണ്ടെയ്നറുകൾ അവിടെ നിന്നും കൊച്ചി തുറമുഖത്തേക്ക് എത്തി. കൊച്ചി തുറമുഖത്തിനകത്തുള്ള നമ്മുടെ ക്രെയിനുകളും ഫോർക്ക് ലിഫ്റ്റുകളും അല്ലെങ്കിൽ സ്ട്രെഡേഴ്സും ഗാൻട്രി ക്രെയിനും ഉപയോഗിച്ച് കടലിൽ വന്നടുത്തിട്ടുള്ള വെസലിൽ നിന്നും കണ്ടെയ്നർ നമ്മുടെ പോർട്ടിൻ്റെ യാർഡിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നർ ടെർമിനലിലേക്ക് നമ്മളതിനെ ഗ്രൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് ഗ്രൗണ്ടിങ് ചാർജ് കിട്ടി. നമ്മുടെ വെസലിന് ബർത്തിങ് ചാർജ് കിട്ടി. അതിനുശേഷം ആ പോർട്ടിന്, ആ വന്ന കൊച്ചിയിൽ പോർട്ടിന് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോർട്ടാണെങ്കിൽ ആ കണ്ടെയ്നർ അവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റോറേജ് കിട്ടി. സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ അതിൻ്റെ കസ്റ്റമറായിട്ടുള്ള കേരളത്തിലെ കൊല്ലത്തെ കാഷ്യൂനട്ട് ഫാക്ടറി അതിനാവശ്യമായിട്ടുള്ള കസ്റ്റംസ് ക്ലിയറൻസിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി ഒരു ഷിപ്പിംഗ് കമ്പനിയോ ഫ്രൈറ്റ് ഫോർവേഡറെയോ NVOCCയോ പോയി കണ്ടപ്പോൾ ക്ലിയറിംഗ് ഫോർവേഡിംഗ് കമ്പനിക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ കണ്ടെയ്നർ പോർട്ടിൽ നിന്നും പുറത്തേക്ക് എടുത്തപ്പോൾ ഡോക്യുമെൻറ്റേഷന് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ആ ഡോക്യുമെൻറ്റേഷൻ നടത്തി കണ്ടെയ്നർ പുറത്തേക്ക് വന്നപ്പോൾ, കാർഗോ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ആപ്ലിക്കബിളായി. ആ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട കണ്ടെയ്നർ ആ പോർട്ടിൽ നിന്നും എടുത്ത് കൊല്ലത്തുള്ള കാഷ്യൂനട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായി. റോഡ് ട്രാൻസ്പോർട്ടേഷൻ അവിടെ ആവശ്യമായിട്ട് വന്നപ്പോൾ ട്രക്കുകളും ട്രെയിലറുകളും അവിടെ ഉപയോഗിക്കേണ്ടി വന്നു. ട്രക്കുകൾക്കും ട്രെയിലറുകൾക്കും ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ സർവീസ്, ടയർ, ഇലക്ട്രീഷ്യൻ, ഫ്യൂവൽ, മറ്റു തരത്തിലുള്ള സർവീസുകളിലേക്ക് അത് വന്നു. അത് നമ്മുടെ കാഷ്യൂനട്ട്, ഈ പറയുന്ന റോ കാഷ്യൂനട്ട് നമ്മുടെ ഫാക്ടറികളിൽ എത്തിയപ്പോൾ സാധാരണ അമ്മമാർക്ക് അവസരങ്ങൾ കിട്ടി. ആ സാധാരണ അമ്മമാർക്ക് കിട്ടിയ അവസരങ്ങളായിരുന്നു 1970കളിലും 80കളിലും 90കളിലും കേരളത്തിൻ്റെ എക്കോണമിയിലെ, കേരളത്തിലെ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് അടുക്കള പുകയാൻ സഹായിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു രാജ്യത്ത് ഒരു ഉൽപ്പാദനം ഒരു മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി. അവിടെ കൊണ്ടത് തീർന്നില്ല. ഈ കാഷ്യൂനട്ടിനെ കൃത്യമായിട്ട് റോ കാഷ്യൂനട്ടിനെ വറുത്ത് അത് തല്ലി, അതായത് ഷ്രെഡ് ചെയ്ത് പീല് ചെയ്ത് പാക്ക് ചെയ്തു. എഗെയിൻ ഇൻഡസ്ട്രിയലൈസ് ചെയ്തു. അവിടെ അത് പാക്ക് ചെയ്ത് അതിനെ വീണ്ടും വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് ലോകരാജ്യങ്ങളിലേക്ക് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ്റെ സഹായത്തോടു കൂടി എത്തിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റീ എക്സ്പോർട്ട് ഉണ്ടായി. നമ്മുടെ രാജ്യത്തേക്ക് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ വിറ്റപ്പോൾ നമുക്ക് ഫോറിൻ കറൻസി കിട്ടി. നമ്മുടെ നാട്ടിലുള്ള നിരവധി ചെറുപ്പക്കാർക്ക് ഡോക്യുമെൻറ്റേഷൻ അവസരം കിട്ടി.
നമ്മുടെ ലീഗൽ പ്രൊഫഷണൽസിന് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ തരത്തിലുള്ള ലീഗൽ പ്രൊഫഷണൽസിനകത്തിലേക്ക് എൻട്രി കിട്ടി. സോ ഓഷ്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് മാരിടൈം, അല്ലെങ്കിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ഓഫ് ദ മാരിടൈം എന്ന് പറയുന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റി എത്രയാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. വിഴിഞ്ഞവും കൊച്ചിയും വല്ലാർപാടവും ഈ പറയുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും കേരളത്തിലെ 17 നോൺ മേജർ തുറമുഖങ്ങളും 44 നദികളും 34 തടാകങ്ങളും ഹിൽ സ്റ്റേഷനും ബാക്കിയെല്ലാം കൂടി ചേർത്ത് പിടിച്ച് പ്രൊഫഷണലായിട്ട് അന്താരാഷ്ട്ര തലത്തിൻ്റെ വിവിധ ഡിമാൻഡുകളെ ഫോർകാസ്റ്റ് ചെയ്ത് സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും എങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അവസരങ്ങളുടെ ഒരു മഹാസമുദ്രമായിരിക്കും, അവസരങ്ങളുടെ ചാകരയായിരിക്കും തുറമുഖങ്ങളും അനുബന്ധ മേഖലയും എന്നുള്ളത് കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഏകദേശം 25 ലക്ഷം കണ്ടെയ്നറുകളും മില്യൺസ് ഓഫ് ടൺസ് കാർഗോയും ഹാൻഡിൽ ചെയ്തിട്ടുള്ള എൻ്റെ സത്യസന്ധമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. സോ എല്ലാവർക്കും എൻ്റെ വിനീതമായ ആശംസകൾ. ലെറ്റ് റെഡി. പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ പ്രസംഗിക്കാൻ വരുമ്പോൾ നമുക്ക് കേരളത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഒരു മാരിടൈം പ്രൊഫഷണലായിട്ടുള്ള എനിക്ക് 195 രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം മാരിടൈം ഈസ് കണക്റ്റിംഗ് ദ വേൾഡ്. 7 ഭൂഖണ്ഡത്തിലെ 71% വരുന്ന നദികളെയും 29% വരുന്ന കരയെയും ആകാശത്തെയും ചേർത്ത് സംസാരിക്കേണ്ട സബ്ജക്റ്റാണ്. അതിനകത്തിലെ ഒരു ചെറിയ ഒരു ബിന്ദു, ഒരു അംശമാകാൻ മാത്രമാണ് ഇപ്പോൾ എനിക്ക് കഴിയുകയുള്ളൂ. എല്ലാവർക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഗ്രാമത്തിൽ ജനിച്ചവൻ തൊട്ട് ലോകത്തിൻ്റെ ഉന്നതിയിൽ പോകാൻ, നിങ്ങൾ ജനിച്ചത് ഗ്രാമത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് UN പോകാനും തുറമുഖം അവസരം തരും. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോകാൻ തരും. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനിൽ പോകാൻ തരും. വേൾഡ് കസ്റ്റംസിൽ പോകാൻ തരും. ബിംകോയിൽ പോകാൻ തരും. P&A ക്ലബിൽ പോകാൻ വരും. അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ സൂര്യനും ചന്ദ്രനും ഉദിക്കുന്ന മൊത്തം സ്ഥലത്തും ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഓഷ്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും നടന്നു കയറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.